ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബൈക്ക് ടാക്സി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 8 ശനിയാഴ്ചയാണ്. ഇപ്പോൾ സമയം 10:30 ഞാനിപ്പോൾ മോത്തിബാഗിൽ നിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ നമുക്ക് 1000 തയ്ക്കാൻ പറ്റിയില്ല. 7 മണിക്കൂർ കൊണ്ട് 860 രൂപയ്ക്ക് ഓടാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ 10:30 മുതൽ 5:30 വരെ 7 മണിക്കൂർ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൽ അങ്ങനെ 800 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇന്നിപ്പോൾ ഞാൻ മോത്തിബാഗിൽ നിന്ന് ലോഗിൻ ചെയ്തു. നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടി. ഇന്നത്തെ സെക്ടർ 13 രാമകൃഷ്ണപുരത്തു നിന്ന്. ഇന്ന് ഡൽഹിയിലെ ഇലക്ഷൻ റിസൾട്ട് അറിയുന്ന ദിവസമാണ്. ആരായിരിക്കും അടുത്ത 5 വർഷം ഡൽഹി ഭരിക്കുന്നതെന്ന് ഇന്നറിയാം. ആം ആദ്മി തന്നെ ജയിക്കാനാണ് സാധ്യത, എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ച്. നമുക്ക് ഇന്ന് കാരണം പ്രചാരണത്തിൻ്റെ ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ ആം ആദ്മിക്കായിരുന്നു കൂടുതൽ. പിന്നെ ഈ പാവം പിടിച്ച ആൾക്കാരെല്ലാം ആം ആദ്മിക്ക് വോട്ട് ചെയ്യത്തുള്ളൂ. കാരണം കെജ്രിവാൾ ഒത്തിരി സഹായങ്ങൾ നൽകുന്നില്ല ഇവർക്ക്. ഇവിടെ നിന്നായിരുന്നു നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ്. മിസ് രേണു ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ കസ്റ്റമർ എത്തി. कहाँ से? यही से? മനീഷ്. ആ, ഓക്കെ. അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ്. എൻ്റെ QR കോഡിൽ ബിസിനസ് അക്കൗണ്ടിൻ്റെ QR കോഡാണ്. അപ്പോൾ മനീഷ് ഷോപ്പ് എന്നാണ് ഞാൻ അതിൻ്റെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാർ ചോദിക്കുക മീഷോ ആപ്പാണോന്ന്. മീഷോയിലാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത്? അയ്യോ, ഞാൻ പറഞ്ഞല്ല, മനീഷ് എന്നാണ് പറഞ്ഞത്. 37 രൂപയായിരുന്നു ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പിന് കിട്ടിയ. 3 കിലോമീറ്റർ. സമയം 11 മണിയായി. ഇന്നിപ്പം രാവിലെ ഓട്ടോ എല്ലാം മടുപ്പാണ്. ഒന്നാമത് ശനിയാഴ്ചയും കൂടെ. ശനിയാഴ്ച ദിവസം രാവിലെ ഇച്ചിരി മടുപ്പായിരിക്കും ഓട്ടോ. ഇലക്ഷൻ റിസൾട്ടിനുള്ള ദിവസമൊക്കെ ആയതുകൊണ്ട് രാവിലെ ട്രിപ്പ് കുറവാണ്. അവിടെ ഇവിടെയെല്ലാം വണ്ടിക്കാർ നിൽപ്പുണ്ട്. കാലി കടിച്ച്. ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതലും ട്രിപ്പ് വരുന്നത്. നമുക്കിനി കുറച്ച് നേരം ഇവിടെ നിന്ന് നോക്കാം. സഫ്ദർജംഗ് എൻക്ലേവിൽ നിന്ന് ട്രിപ്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇപ്പോൾ സമയം 12:30 ആകുന്നു. ഇതുവരെ 150 രൂപയ്ക്ക് ഓടിയുള്ളൂ 2.5 മണിക്കൂർ കൊണ്ട്. 3 ട്രിപ്പും ചെയ്തു, ഒരു ഓഫ്ലൈൻ ട്രിപ്പും ചെയ്ത്. ഒരാളെ ഒരു 40 രൂപ ട്രിപ്പ് കിട്ടി. ആളിനെ തന്നെ തിരിച്ചു കൊണ്ടുവിടാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു 40 രൂപ അങ്ങനെ കിട്ടി. ടോട്ടൽ അങ്ങനെ 150 രൂപയ്ക്ക് ഓടിയിട്ടുള്ളൂ ഇതുവരെ. ബ്രിഡ്ജ് കാൻ ടോംബ ഇത്. അങ്ങനെ ഡൽഹി BJP പിടിച്ചു. അങ്ങനെ ആ ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്തു. നമ്മൾ ബുക്കിംഗ് ചെയ്ത് ലൊക്കേഷനിൽ പോകാൻ ഒരു 2 മിനിറ്റ് സമയം തരണ്ടേ? അതിനിപ്പുറം വിളിച്ചിട്ട് ആറ്റിറ്റ്യൂഡ് ഇടുന്നു. അങ്ങനെയുള്ള ട്രിപ്പ് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ RK വരത്തോളൂ. RK വരാം. മുനീർ ഖാൻ മെട്രോയിൽ നിന്ന് കാൽക്കാജി ദേശബന്ധു കോളേജിലേക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി. അത് ക്യാൻസലായിരുന്നു. കാൽക്കാജിക്ക് കിട്ടിയ ട്രിപ്പ് ക്യാൻസലായി. അടുത്ത ട്രിപ്പ് അപ്പം തന്നെ അടിച്ച്. മേരിയുടെ ട്രിപ്പ്. ഛത്തർപൂർ ഹിൽസ്. ഈ മേരി ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവിട്ടതാണ്.
ആ ഛത്തർപൂർ പോയി കഴിഞ്ഞാൽ അവിടുന്ന് റിട്ടേൺ ട്രിപ്പ് മസ്റ്റായിട്ടും കിട്ടും. അതുകൊണ്ട് നമുക്ക് നേരെ ഛത്തർപൂർ പോകാം. भैया इसकी तरफ जाना है। ഇത്ര നേരം എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് പെട്ടെന്ന് പോകണമെന്നാണ്. ഇതാണ് ആളുകളുടെ കുഴപ്പം. പോലീസുകാർ വന്നൊന്നും ചെക്കിങ് ഉണ്ടല്ലോ ഇന്ന്. നമ്പർ അടിച്ച് നോക്കുമോ? എൻ്റെ നമ്പറാണ് നോക്കുന്നതെന്ന് തോന്നുന്നു. ഇതെന്താ പറ്റി? റോഡിന് നടക്ക് ഓഫായി പോയ. अबे खींचो, हाँ खींचो. $75. 12:30 1 മണി. 8 കിലോമീറ്ററിന് 68 രൂപ ലാസ്റ്റ് ട്രിപ്പ്. അങ്ങനെ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞു. ഇതുവരെ 5 മണിക്കൂർ കൊണ്ട് 440 രൂപയ്ക്ക് ഓടാൻ പറ്റിയിട്ടുള്ളൂ. ഭയങ്കര മടുപ്പായിരുന്നു ട്രിപ്പ്. ഞാനിപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് സെലക്ട് സിറ്റി വാക്ക് മാൾ സാക്രയിലെത്തിയ. ഇപ്പോൾ ഒരു കാറുകാരനുമായിട്ട് ഓക്കായിരുന്നു. ആ സമയത്ത് ക്യാമറ ഓണല്ലായിരുന്നു. ഞാൻ ഒരു കാറിനെ ഓവർടേക്ക് ചെയ്ത് പോയതാണ്. ഓപ്പോസിറ്റ് വന്നവൻ ഞാൻ കയറുന്ന കണ്ടുകൊണ്ട് സ്പീഡ് കൂട്ടി കയറ്റി വെച്ചു. ഞാൻ പിന്നെ ആകുമ്പോൾ നിടിക്കാതിരിക്കാൻ വലത്തോട്ട് വെട്ടിച്ച് മാറ്റി ഒതുക്കി നിർത്തി. എന്നിട്ട് ഉടക്കായി. അവൻ മനഃപൂർവ്വം കയറ്റി കൊണ്ടുവന്ന് ഇടിപ്പിക്കുന്നതെന്നാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന കയറുന്നത് കണ്ടിട്ട്. പിന്നെ മുമ്പിലും പുറകിലൊക്കെ വണ്ടി വന്ന് കിടന്ന് ഓണടിച്ചുകൊണ്ട് അധിക നേരം ഉടക്കുണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ സെലക്ട് സിറ്റി മാളിലൊരു ട്രിപ്പ് വിട്ടിട്ട് പോയി പെട്രോൾ അടിച്ചിട്ട് തിരിച്ചിവിടുന്ന് തന്നെ ഒരു ട്രിപ്പ് കിട്ടിയതാണ്. അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഈ ഫോൺ വിളിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പരസ്യം പറയുന്നത് എന്തോ ദ്രാവിഡാണ്. ആളിവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. നമ്പർ 5142. റൈറ്റ്. मेट्रो पे जाना है क्या? मेट्रो पे जाना है क्या? आप नंबर ले लो, उस पर कर दो. मेरे का दूसरा राइड आ गया. आप हाँ नंबर ले, मेरे नंबर ले लो. आकाश नहीं, सतेंद्र नाम है. सतेंद्र नाम है. सतेंद्र यही नाम है. एक्सिट बाहर रोड जाता है ना, बाहर रोड जाता है ना गेट के बाहर, वहाँ पे आ जाओ. मैं वहाँ पे पहुँच गया. देखो मैं रोड पे खड़ा हूँ. कहाँ पे? यहाँ पे कोई नहीं दिख रहा है.
ആപ്പോ पिन नंबर बता. അങ്ങനെ സാക്കേത് മാളിൽ നിന്ന് ഒരു ട്രിപ്പ് എടുത്ത് സാക്കേത് മെട്രോയിൽ വന്നു. സാക്കേത് മെട്രോയിൽ നിന്ന് തന്നെ റിട്ടേൺ ട്രിപ്പ് അങ്ങോട്ട് കിട്ടി. സെയിം സ്പോട്ടിലേക്ക് തന്നെ. പക്ഷേ ഇങ്ങനെ കണ്ടുപിടിക്കാൻ കുറച്ച് സമയമെടുത്തു. പാവം പിടിച്ചാണ്. അതുകൊണ്ട് ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് വിട്ടില്ല. അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തേനെ. പാവം പിടിച്ച ആൾക്കാരെ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യും. यहीं पे है ना? ओके ओके. അങ്ങനെ 44 റുപ്പീസിൻ്റെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു. സത്യേന്ദ്രയെ കൊണ്ടുവിട്ടു നമ്മൾ DLF അവന്യൂ സാക്കേതിൽ. വന്ന വഴിക്ക് തന്നെ ഊബർ ഒരു ട്രിപ്പ് വന്നായിരുന്നു പര്യാവരൻ കോംപ്ലക്സിന്. അത് എടുത്താൽ മതിയായിരുന്നു. ഞാനത് മിസ്സാക്കി. മിസ് അങ്ങനെ 500 രൂപയുടെ ഓട്ടം ആയതേ ഉള്ളൂ. സമയം 3:30 കഴിയുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ സമയം 4:30 ആയി. സാക്കേത് മാളിൽ നിന്ന് ലാസ്റ്റ് ഒരു ട്രിപ്പ് എടുത്ത് ഞാൻ പര്യാവരൻ കോംപ്ലക്സിൽ വന്നതാണ്. ബട്ട് ഇവിടുന്ന് ട്രിപ്പൊന്നും വരുന്നില്ല തിരിച്ച്. ഇപ്പം ലാസ്റ്റ് മാളവി നഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടിയത്. അതെടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ വന്നത്. പക്ഷെങ്കിൽ ലൊക്കേഷൻ അപ്ഡേറ്റ് ആവുന്നില്ല. ഓ ഇവിടെ അവിടെ നിന്നാണ് പിക്കപ്പ്. അപ്പോൾ ഈ ഗേറ്റ് അടവാണ്. അപ്പോൾ പണിയായി. അപ്പുറം വഴി വേണം പോകാൻ. ഞാൻ ഇതിനകത്താണെന്ന് വിചാരിച്ച ഇതുവഴി വന്നേ. പക്ഷെങ്കിൽ ഇതിനകത്തല്ല. അവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ഗേറ്റിൻ്റെ അപ്പുറം വഴി പോകണം. ഇന്നത്തെ സിറ്റുവേഷൻ കണ്ടില്ലേ? ഇതേപോലെയാണ് ചില ദിവസങ്ങളിൽ നമുക്ക് കിട്ടുന്ന പണി. ഇന്നാണ് ഓട്ടം തീരെയില്ല. ഇങ്ങനെ മുമ്പേ കയറിപ്പോയപ്പോഴാണ് ഒരുത്തൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അവനും റോങ് സൈഡ് കയറി വന്ന് यहाँ से सीधा जाकर राइट मोड़ेगा. അങ്ങനെ ഇപ്പോൾ സമയം 5 മണിയായി. ഇതുവരെ നമ്മൾ 620 രൂപയ്ക്കാണ് ഓടിയേക്കുന്നത്. 585 രൂപ ഊബറിലും 45 രൂപ ഓഫ്ലൈനും. അപ്പോൾ 530 ആയല്ലേ അല്ലേ? 630 ആയപ്പോൾ അല്ലേ? 630 രൂപയ്ക്കാണ് നമ്മളിന്ന് ഓടിയിരിക്കുന്നത്. 7 മണിക്കൂർ കൊണ്ട് 630 രൂപയ്ക്ക് ഇന്ന് ഓടിയിട്ടുള്ളൂ. ഇതാണ് ബൈക്ക് ടാക്സിയുടെ പ്രോബ്ലം. ചില ദിവസം നമുക്ക് നല്ലപോലെ റൈഡ് വരും. നമുക്ക് എടുക്കാൻ പറ്റാത്ത പോലെ റൈഡ് വരും. ചില ദിവസം നമ്മൾ വെറുതെ നിൽക്കും റൈഡ് നോക്കി. ആംബിയൻസ് മാൾ വസന്ത് കുഞ്ച് 15 മിനിറ്റ്. ഒരു 58 രൂപയുടെ ഒരു ട്രിപ്പ് കൂടെ കിട്ടി. ഇതുകൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്ന പിക്കപ്പിന് ദൂരെ അങ്ങ് പോകണ്ട. അതുകൊണ്ട് ഇവിടെ തന്നെ അടുത്ത് തന്നെ. മഹേന്ദ്രകുമാർ. അങ്ങനെ നമ്മൾ ആംബിയൻസ് മാൾ ലാസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 55 റുപ്പീസ് 5 കിലോമീറ്ററിന് കിട്ടിയത്.
അങ്ങനെ 641 രൂപ ഊബറിലായി 7.5 മണിക്കൂർ കൊണ്ട്. പിന്നെ 45 രൂപ ഓഫ്ലൈൻ ട്രിപ്പ്. അങ്ങനെ 686 രൂപ ആണ് ഇന്നത്തെ ഏണിങ്. വണ്ടി 80 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇന്ന്. 80-90 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടിയിൽ നിന്ന്. അപ്പോൾ പെട്രോൾ കോസ്റ്റ് നമ്മുടെ 150 രൂപ പോയി കഴിഞ്ഞാൽ 540 രൂപയാണ് നമ്മുടെ ഇന്നത്തെ 7.5 മണിക്കൂർ കൊണ്ടുള്ള ഏണിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.